ഒരൊറ്റ സിനിമ മതി വൻ തിരിച്ചുവരവിന്. അടുത്ത കാലത്തിറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളെല്ലാം പരാജയം നേരിട്ടപ്പോൾ ആരാധകർ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ഇക്കാര്യം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ജിത്തു ജോസഫിൻ്റെ നേര്. ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ എത്തിയ ഈ കോർട്ട് റൂം ഡ്രാമ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ് മോഹൻലാൽ എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. റിലീസ് ദിനം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി അടക്കം ലഭിച്ച നേര് ഇപ്പോൾ ഇതാ 2023 ടോപ്പ് 5 ലിസ്റ്റിലും ഇടം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 2023 റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ 3-ാം സ്ഥാനമാണ് നേരിനുള്ളത്. മമ്മൂട്ടി ചിത്രം കണ്ണൂർ സ്ക്വാഡ്, യുവതാരങ്ങൾ തകർത്തഭിനയിച്ച 2023 ആദ്യ ഹിറ്റ് രോമാഞ്ചം എന്നിവയെ പിന്നിലാക്കിയാണ് മോഹൻലാൽ ചിത്രം ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. പ്രമുഖ ട്രാക്കർമാരുടെ കണക്കുകളാണിത്. നേരിന് മുന്നിലുള്ളത് RDXും 2018 മാത്രം. വൈകാതെ തന്നെ RDXനെ നേര് മറികടക്കുമെന്നാണ് കരുതപ്പെടുന്നത്. 100 കോടിയാണ് RDX കളക്ഷൻ. എന്നാൽ 2018 RDX, നേര്, കണ്ണൂർ സ്ക്വാഡ്, രോമാഞ്ചം എന്നിവയാണ് യഥാക്രമം 2023 ടോപ്പ് 5 ചിത്രങ്ങൾ. അതേസമയം എക്കാലത്തെ വലിയ മലയാള വിജയങ്ങളുടെ പട്ടികയിൽ 6-ാം സ്ഥാനത്ത് നേര് എത്തിയെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ കുറുപ്പിനെയും കണ്ണൂർ സ്ക്വാഡിനെയും നേര് മറികടന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട്. 2023 ഡിസംബർ 21 നേര് റിലീസ് ചെയ്തത്. ദൃശ്യം ഫ്രാഞ്ചൈസിക്കും 12th മാൻ ശേഷം മോഹൻലാൽ ജിത്തു ജോസഫ് വീണ്ടും ഒന്നിച്ചപ്പോൾ ഹിറ്റിൽ കുറഞ്ഞതൊന്നും ആരാധകർ പ്രതീക്ഷിച്ചിരുന്നില്ല. അക്കാര്യം നേരിൻ്റെ റിലീസോടെ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു.